ഹലോ, നമുക്കിന്ന് ഒരു സേമിയ ഉപ്പുമാവ് റെസിപ്പി നോക്കിയാലോ. രാവിലെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കാഷ്യൂ വേണം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സേമിയ. ഞാൻ ഇവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് സേമിയ അതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ 1 ടീസ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അതിന് മുകളിലേക്ക് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് സേമിയക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. സേമിയ ഇപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. മറ്റെന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കും. അടി പിടിക്കാതെ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ സേമിയ ഉപ്പുമാവ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേ അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. ആ കടുകൊക്കെ മൂത്തതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കും. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്ത് കഴിച്ചു നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.